അതിന്റെ അടിസ്ഥാനപരമായ നന്മയിൽ അടിയുറച്ച് നിൽക്കെ തന്നെ ജനകീയമായ ഐക്യപ്പെടൽ ഉണ്ടായിട്ടുണ്ട്, പരസ്പര ബഹുമാനം ഉണ്ടായിട്ടുണ്ട്, ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടെക്സ്റ്റൽ ഇസ്ലാമും ജനകീയ ഇസ്ലാമും തമ്മിൽ പലതരത്തിലും ഇപ്പോൾ സംഘർഷമുണ്ട് എന്നത് ഒരു വാസ്തവമാണ്. പക്ഷേ അവിടെ ടെക്സ്റ്റൽ ഇസ്ലാം എന്താണെങ്കിലും ഇവിടെ ജീവിച്ച് മരിച്ച കോടാനുകോടി മാപ്പിളമാർ മുസ്ലിമുകൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് സമന്വയത്തിന്റെയും തുല്യതയുടെയും സന്ദേശമാണ്. അത് ജനകീയ സംസ്കൃതിയെ കുറിച്ച് പഠിക്കുമ്പോൾ കിട്ടുന്ന ചിത്രം അതാണ്. അപ്പോ ഈ അല്ലാഹുവിനെ നിർവചിക്കുന്നത് ഇത്രയും മഹാപണ്ഡിതന്മാരിയ്ക്കുമ്പോൾ ഇത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കാര്യം 114 അധ്യായങ്ങളുള്ള ഖുറാനിലെ 113 അധ്യായങ്ങളും കിടക്കുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള പ്രവാചകൻ അല്ലാഹുവിന്റെ നിർവചനമാണ്. സൃഷ്ടാവ് എന്നുള്ളതൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ പടച്ചവനെ എന്ന് പറയുമെങ്കിലും എന്നാൽ പടച്ചവനല്ല പ്രധാനം. പടച്ചവൻ സൃഷ്ടാവ് എന്നതിനേക്കാൾ അധികം ഖുറാൻ പ്രാധാന്യം കൊടുക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്, പരമകാരുണ്യകരം ദയാനിധിയുമായ ആ ഒരു ഗുണം, അള്ളാഹുവിന്റെ ഗുണമാണ് അടിയുറപ്പിച്ച് നിരന്തരമായി പറയുന്നത്.